പച്ചക്കറി കൃഷിയുടെ ഇടയിൽ ഒരു രാജാവുണ്ട്. ഈ ഒരു മുളകിൻ തൈ 8 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാ ഇപ്പോൾ നല്ലൊരു ബജ്ജി മുളക് ഉണ്ടായി കിട്ടിയിരിക്കുന്നുണ്ട്. നിറയെ പൂവിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ഒരു മുളക് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ? മുളക് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ മുളക് രസം? സൂപ്പറാണ് കേട്ടോ. ബജ്ജി മുളകാണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എരിവിൻ്റെ സ്മെല്ല് മൂക്കിൽ കയറി വരുന്നുണ്ട്. നമുക്കൊരു സംശയം തോന്നിപ്പോയി, ഇത് ബജ്ജി മുളക് തന്നെയാണോ. എന്നാൽ ഇനി നമുക്ക് രസം വെക്കുന്നതിലേക്ക് കടക്കാം. ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽ മുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. വറ്റൽ മുളക് കീറിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ബജ്ജി മുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരണം. അപ്പം ഇത് വാടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ചേർക്കുന്നത്. ഈ ഒരു രസം എനിക്ക് മോളാണ് പറഞ്ഞു തന്നത്. അവിടെ നാഗർകോവിൽ അവരുണ്ടാക്കുന്നതാണ്. ഇത് അല്പം കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രസത്തിൽ മല്ലിച്ചപ്പോ അതേപോലെ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് തൃശ്ശൂർക്കാരുടെയൊക്കെ എന്താ മുളക് വറുത്ത പുളി എന്ന് പറയുന്നില്ലേ, അതേപോലെയല്ല ടേസ്റ്റുള്ള ഒരു രസമാണ് ഇത്. ഇതിന് ഞാൻ കുറച്ച് നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കൂടെ വേണം. അപ്പോൾ ഉപ്പും മഞ്ഞളും ഒരു സ്വല്പം കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് ആ മുളക് ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, മുളക് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു രസത്തിൻ്റെ പരിപാടി. നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെട്ടിത്തിളച്ച് വരുമ്പോൾ അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു, മുളക് രസം തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ ബജ്ജി മുളക് വാങ്ങി ബജ്ജി ഉണ്ടാക്കി കഴിക്കുന്നതിലും ഇങ്ങനൊരു വെറൈറ്റി ആയിട്ട് രസമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്ക്. സൂപ്പറാണ്. ഈ മീൻ മുളകിട്ടതും രസമൊക്കെ ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണിന്. അപ്പം പിന്നെ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പം ഇനി ഇത് തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെക്കാം. താങ്ക് യു.